എന്തുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഉത്രാടമാണ്. ഭയങ്കര തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്താൻ വൈകിയത്. നാളെ തിരുവോണമാണ്. എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ. അപ്പം രാവിലെ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. തിരുവോണം ആയതുകൊണ്ട് നമുക്കറിയില്ല. ഏതായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളെല്ലാം ശുഭസൂചന നൽകുന്ന വാർത്തകൾ തന്നെയാണ്. ഇന്ന് ഉത്രാട നാളിലും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഈ ചിത്രത്തിനുണ്ടാകുന്നത്. നമ്മൾ ബുക്ക് മൈ ഷോ പരിശോധിക്കുക കഴിയുമ്പോൾ 20,000-ന് പരം ടിക്കറ്റാണ് മണിക്കൂർ വിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നാളത്തെ ബുക്കിംഗ് കൂടെ കണക്കാക്കി ആയിരിക്കാം. എന്നാലും ഇന്ന് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങുമായിട്ട് മുന്നേറുന്ന ചിത്രം ഇന്നുകൊണ്ട് 100 കോടി അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ഇന്നലത്തെ കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ് ഏകദേശം 80 കോടിയോളം അടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏകദേശം ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫാറ്റ്നിക്കിൻ്റെ കണക്കും പ്രകാരം 32,40,00,000 ഇന്ത്യ ഗ്രൂപ്പ് കാണിക്കുന്നത്. 46,75,00,000 ഓർഫിഫ് കളക്ഷനും അങ്ങനെ 79,15,00,000 ടോട്ടൽ കളക്ഷനായിട്ട് 4 ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന ചിത്രം കേരള കളക്ഷനായി ഇന്നലെ 7 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ. അങ്ങനെ കേരള കളക്ഷൻ 25 കോടി പിന്നിടുന്നു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് നിവിൻ പോളിയുടെ ഗിരീഷ് ഷേഡി ചിത്രം. അതുപോലെ തന്നെ ഇന്നലെ വമ്പൻ കളക്ഷൻ നേടിയ 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കർണാടകത്തിൽ നിന്ന് ഏകദേശം 3 കോടി പിന്നിടുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇന്നലെ 50 ലക്ഷം കളക്ഷൻ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 30 ലക്ഷം കളക്ഷൻ ഉണ്ടായിരുന്നു. തമിഴ്നാട് കളക്ഷൻ 1 കോടി പിന്നിട്ട് മുന്നേറുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഇന്ത്യ ബെൽറ്റിൽ നിന്നൊക്കെ 15 ലക്ഷവും ആന്ധ്രാപ്രദേശിൽ നിന്ന് 10 ലക്ഷവും ഇങ്ങനെയൊക്കെയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഏതായാലും ഇന്നലെ വേൾഡ് വൈഡ് ഏകദേശം 15 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നും ആ രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്നുകൊണ്ട് ഇത് 100 കോടി കടക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. കാരണം ഏകദേശം 94-95 കോടിയിലേക്ക് ഇന്നുകൊണ്ട് എത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നാളെ കൊണ്ട് 100 കോടി കടന്ന് ഏകദേശം 110-120-115 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നത്തെ പ്രീഫെയിൽ നമ്മൾ നോക്കുമ്പോഴും വമ്പൻ വർധനമാണ് കാണുന്നത്. 4,94,00,000 രൂപയാണ് കേരള പ്രീഫെയിൽ തന്നെ കാണിക്കുന്നത്. 4,94,00,000 മുകളിൽ പ്രീഫെയിൽ കാണിക്കുന്നു. അപ്പോൾ ഇന്നും കേരളത്തിൽ നിന്ന് ഏകദേശം 7,4-7.5 കോടി റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നുകൊണ്ട് കേരള കളക്ഷൻ 30 കോടി പിന്നിട്ട് ഏകദേശം 32 കോടിയൊക്കെ എത്താനുള്ള സാധ്യതയാണ് കേരള കളക്ഷൻ കാണുന്നത്. പിന്നെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 15 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഏകദേശം 94-95 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം നാളത്തെ പ്രീഫെയിൽ കൊണ്ട് തന്നെ ഇത് ചിത്രം 100 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അങ്ങനെ നിവിൻ്റെ അടുത്ത ചിത്രവും 100 കോടി കിടക്കുന്നു. പിന്നെ ഈ ചിത്രത്തിന് പ്രത്യേകിച്ച് എതിരാളികളൊന്നും ഇല്ലാത്ത ഒരു ഓണനാളാണ് വന്നു പോയി. ഖലീഫയും ഒക്കെ റിലീഫായതെങ്കിലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം ഖലീഫയ്ക്ക് കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നിവിൻ പോളി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു. അങ്ങനെ നിവിൻ്റെ രണ്ടാമത്തെ ചിത്രവും 100 കോടി അടിക്കുന്നു. അങ്ങനെ നിവിൻ്റെ 2 ചിത്രങ്ങൾ 100 കോടിയായി. അങ്ങനെ നിവിന് മുകളിൽ നിൽക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ഒരേ ഒരു മനുഷ്യൻ, ഒരേ ഒരു രാജാവ്, ലാലേട്ടൻ. ലാലേട്ടൻ്റെ ചിത്രം മാത്രമാണ് 100 കോടിയുടെ എണ്ണത്തിൽ തന്നെ 100 കോടിയുടെയും കളക്ഷൻ്റെ കാര്യത്തിൽ മുൻപന്തി നിൽക്കുന്ന ലാലേട്ടൻ മാത്രമാണ് നിവിൻ പോളിക്ക് മുകളിൽ നിൽക്കുന്നത്. പിന്നെ ലോകയുണ്ട്, വാഴയുണ്ട്. ഈ ചിത്രങ്ങളിലെ എല്ലാം കളക്ഷൻ മറികടക്കാൻ നിവിൻ്റെ ചിത്രത്തിന് കഴിയുമോ എന്നുള്ളത് വരും ദിവസത്തെ കളക്ഷൻ നോക്കി മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഏതായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഈ ഓണ വിന്നറായിരിക്കുന്നു. നമ്മൾ ആദ്യമേ തന്നെ ചിത്രം കണ്ടതിന് ശേഷം പറഞ്ഞ വാചകങ്ങൾ അച്ചട്ടായിട്ട് മാറുന്നു. അപ്പം കാത്തിരിക്കാം ബെത്ലഹേം വിശേഷങ്ങൾക്ക് വേണ്ടി, സിനിമ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനലിടയ്ക്ക് ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.